പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ വിഷമഭിന്നത്തെ മിശ്രഭിന്നവും മിശ്രഭിന്നത്തെ വിഷമഭിന്നവും ആക്കാമെന്നാണ്. അഥവാ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എങ്ങനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കാം, ഒരു മിക്സഡ് ഫ്രാക്ഷൻ എങ്ങനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാം എന്നതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഉദാഹരണം 4/3. 4/3 എന്ന സംഖ്യ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്, വിഷമഭിന്ന. ഇതിനെ നമ്മൾ എങ്ങനെ പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാം, മിക്സഡ് ഫ്രാക്ഷൻ ആക്കാം. ഉദാഹരണം 4/3. 4/3 പറഞ്ഞാൽ ഒരു സാധനത്തെ 3 ഭാഗമാക്കിയതിൽ 4 ഭാഗം. അതാ ഒന്ന് ഫുള്ളും ഉണ്ട്, പിന്നെ വേറൊരു സാധനം 3 ഭാഗമാക്കിയതിൽ, ഇപ്പോൾ ഒരു സാധനം ഇതിനെ 3 ഭാഗമാക്കി, ഈക്വലായിട്ടുള്ള 3 ഭാഗമാക്കി. അതിൽ 3 ഭാഗമുണ്ട്, 3 ഭാഗമുണ്ട്, 3-ൽ 3 ഉണ്ട്, 3-ൽ 3 ഉണ്ട്. പിന്നൊരു സാധനത്തിൻ്റെ 3 ഭാഗമാക്കിയതിൽ ഒരു ഭാഗമുണ്ട്, 1/3 ഉണ്ട്. അഥവാ ഒരു സാധനത്തെ 3 ഭാഗമാക്കിയതിൽ 3 ഭാഗമുണ്ട്, പിന്നെ ഒരു സാധനത്തെ 3 ഭാഗമാക്കിയതിൽ ഒരു ഭാഗമുണ്ട്. അപ്പോൾ 3-ൽ 3 പറഞ്ഞാൽ ഒന്ന് മുഴുവനാണ്, ഒന്ന് മുഴുവൻ. 3-ൽ 3 എന്ന് പറഞ്ഞാൽ ഒന്ന് മുഴുവൻ. ബാക്കി എത്ര ഉണ്ട്? 1/3 ഉണ്ട്. അപ്പോൾ 4/3 എന്ന ഇംപ്രോപ്പർ ഫ്രാക്ഷനെ അഥവാ വിഷമഭിന്നത്തെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ ആക്കുകയാണ്, വിഷമഭിന്നാക്കി മാറ്റുമ്പം 1/3. ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് എല്ലാ ഇംപ്രോപ്പർ ഫ്രാക്ഷനും വിഷമഭിന്നവും മോർ ദാൻ 1 ആണ്, ഒന്നിനേക്കാൾ കൂടുതലാണെന്ന്. എല്ലാ ഇംപ്രോപ്പർ ഫ്രാക്ഷനും ഒന്നിനേക്കാൾ കൂടുതലാണ്. ഇതിന് നമുക്ക് ഒരു എളുപ്പമാർഗം പറഞ്ഞതാണ് 4/3. ഇത് നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിശ്രഭിന്നാക്കാൻ, മിക്സഡ് ഫ്രാക്ഷൻ ആക്കാൻ എളുപ്പമാർഗം നമ്മൾ നോക്കട്ടെ. 4-ൽ എത്ര 3 ഉണ്ട്? 4/3 ഡിവൈഡഡ് ബൈ 3 എന്നാണ്, 4-നെ 3 കൊണ്ട് ഹരിക്കുക എന്നാണ്. 4-ൽ എത്ര 3 ഉണ്ട്? 4-ൽ എത്ര 3 ഉണ്ട്? 1. ഈ 1 വലുതാക്കിയിടുക. എത്ര ഉണ്ട് ആൻസർ? ഹരിച്ചിട്ട് കിട്ടുന്ന ആൻസർ 1 വലുതാക്കിയിടുക. പിന്നെ ബാലൻസ് റിമൈൻഡർ എത്ര ഉണ്ട്? 4-നെ 3 കൊണ്ട് ഹരിച്ചാൽ ബാക്കി എത്ര ഇട്ട? 4-ൽ ഒരു 3, 3 അല്ലേ? ബാക്കി എത്ര ഉണ്ട്? 4-ന്ന് 3 കുറച്ചാൽ എത്ര? 1. അപ്പോൾ 1 ബാക്കിയുള്ളത് മുകളിലിടുക. ഇതേ ഡിനോമിനേറ്റർ ഛേദം എവിടെ ഇടണം? ഇവിടെ ഇടുക. ഇതേ ഛേദം ഇവിടെ ഇടുക. അപ്പോൾ 1/3. വേറൊരു എക്സാമ്പിൾ എടുക്കാം. നമ്മൾ 5/4 എടുക്കുക. ഒരു എക്സാമ്പിൾ. 5-ൽ എത്ര 4 ഉണ്ട്? ഒരു 4. ബാക്കി എത്ര ഉണ്ട്? ഒരു 4. 5-ന്ന് 4 കുറച്ചാൽ ബാക്കി റിമൈൻഡർ എത്ര ഇട്ടാൽ 1. 5-ൽ എത്ര 4 ഉണ്ട്? ഒരു 4, ബാക്കി 1. അപ്പോൾ 1 ഡിനോമിനേറ്റർ തന്നെ, ഛേദം ഇതന്നെ ഇടണം. 1/4 ഉണ്ടോ? ഇങ്ങനെ കിട്ടും. അനദർ എക്സാമ്പിൾ 8/3 എടുക്കുക. 8/3. 8-ൽ എത്ര 3 ഉണ്ട്? ഒരു 3, 2 3 6, 3 3 9. 2 3 ഉള്ളൂ. 3 3 9ആയി. 9 മേലെ 8 ഉള്ളൂ. അപ്പോൾ ഒരു 3 3, 2 3 6. അപ്പോൾ 2 വലുത് ആൻസർ. 8-നെ 3 കൊണ്ട് ഹരിച്ചാൽ 2 കിട്ടും. ഇനി ഇതിൻ്റെ ബാക്കി എത്ര ഉണ്ട്? 2 3 6 കഴിഞ്ഞാൽ ബാക്കി എത്ര ഉള്ളത്? 7 8. ബാക്കി 2 ഉണ്ട്. ആ 2 മുകളിൽ എഴുതണം. 2/3. ഇതാണ് ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനെ വിഷമഭിന്നത്തെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കാൻ, മിശ്രഭിന്നമാക്കാനുള്ള വഴി. ഇത് മാറ്റൽ നമ്മൾ 5-ാം ക്ലാസ്സിൽ പഠിച്ചാണ്. നിർബന്ധമായിട്ടും 6-ാം ക്ലാസ്സിൽ ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് 6-ാം ക്ലാസ്സിലെ ഭിന്നസംഖ്യകളുടെ ഗുണനവും ഹരണവും ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇത് അറിഞ്ഞിരിക്കണം. ഇനി നേരെ തിരിച്ച് എങ്ങനെ ഒരു മിക്സഡ് ഫ്രാക്ഷനെ വിഷമഭിന്നാക്കാൻ നോക്കാം. ഫസ്റ്റ് നമ്മൾ 4/3 മാറ്റുമ്പോൾ നമുക്ക് കിട്ടിയ 1/3. 1/3. ഈ 1/3 മാറ്റുമ്പം നമ്മൾ മിശ്രഭിന്നാക്കണം. ഇതിനുള്ള എളുപ്പം വഴി എന്താ അറിയുക? ഈ 1-നെ 3 കൊണ്ട് ഗുണിക്കുക. അഥവാ പൂർണ്ണസംഖ്യനെ ഡിനോമിനേറ്റർ കൊണ്ട്, അതായത് ഛേദം കൊണ്ട് ഗുണിക്കുക.
ഒരു 3 3, ഒരു 3 3 പോരാ, ഇനി ഈ 1 കൂട്ടും വേണം കേട്ടോ. ഒരു 3 3, 3ഉം 1ഉം 4. ആ 4 എവിടെ എഴുതുക? മുകളിൽ എഴുതുക. ബൈ ഡിനോമിനേറ്റർ മാറ്റല്ല, ഇതേ ഡിനോമിനേറ്റർ തന്നെ 4/3 ഉണ്ടോ. അനദർ എക്സാമ്പിൾ 5/4 നമ്മൾ 1/4 നീതിയില്ലേ, 1/4 നീതി ഗുണിക്കുക. ഒരു 4, ഈ 1ഉം പൂർണ്ണസംഖ്യയും ഈ 4ഉം കൂടി ഗുണിക്കുക. ഒരു 4 4, 4ഉം 1ഉം 5, 5/4 ഉണ്ടല്ലേ. ഞാനതൊരു എക്സാമ്പിൾ 8/3 നമ്മൾ എങ്ങനെ കിട്ടിയത്? 2/3 കിട്ടി. 2/3 നമ്മൾ എന്ത് ചെയ്യണം? ഈ 2നെ ഈ 3 കൊണ്ട് ഗുണിക്കണം, ഈ 2നെ ഈ 3 കൊണ്ട് ഗുണിക്കണം. 2 3 6, 6ഉം 2ഉം കൂട്ടാണ് കേട്ടോ. ഇതാ 2നെ 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് 2 ആഡ് ചെയ്യുക. 2 3 6, 6 + 2 8, 8 ഡിനോമിനേറ്റർ എത്ര? 3. അപ്പോൾ ഈ മാറ്റി ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കാനും, അഥവാ വിഷമഭിന്നത്തെ മിശ്രഭിന്നമാക്കാനും, മിശ്രഭിന്നത്തെ വിഷമഭിന്നമാക്കാനും, മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി മാറ്റാനും എല്ലാ കുട്ടികളും ഈ ക്ലാസ്സോട് കൂടി അറിഞ്ഞിരിക്കണം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം.